മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? കാണില്ലായിരിക്കുമല്ലേ? ചിലർക്ക് കാണും. ചെറിയ 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 കണ്ടെത്തലുകൾ നടത്തുന്നവർ എന്തോ ആയിക്കൊള്ളട്ടെ, അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ മനുഷ്യനെന്ന് പറഞ്ഞാൽ സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്നൊക്കെ നടക്കേണ്ടി വരും, നടത്തേണ്ടി വരും എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് മനുഷ്യർ. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തരായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു പരിധി വിട്ട് ആരുടെയും ജീവിതത്തിലേക്ക് എത്തി നോക്കാതിരിക്കുക. കാരണം അത് നമ്മളെ രണ്ട് രീതിയിൽ ബാധിക്കും. നമ്മൾ എത്തി നോക്കിക്കോളൂ, മറ്റൊരാളുടെ ജീവിതം എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ പറയാറുണ്ട്. അതൊക്കെ നോക്കുക. അത് പോസിറ്റീവുകളെ സ്വീകരിക്കാൻ മാത്രമായിരിക്കണം. ഒരിക്കലും നെഗറ്റീവുകളെ സ്വീകരിക്കാനായിട്ട് അത്തരത്തിൽ ഒരു എത്തിനോട്ടം ആവശ്യമില്ല. മറ്റൊരാളുടെ ജീവിതത്തിൽ എന്തൊക്കെ പോസിറ്റീവ് ഉണ്ട് നോക്കുക. കാരണം അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ സ്വഭാവത്തിലെ പോസിറ്റീവുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നെഗറ്റീവുകളെയും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒരു സിനിമ കാണുന്നു, അതിൽ വില്ലനോട് നമുക്ക് ദേഷ്യം തോന്നുന്നു അല്ലേ? നായകനോട് നമുക്ക് ഭയങ്കര സ്നേഹം. എന്തുകൊണ്ട്? നായകൻ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വില്ലൻ എപ്പോഴും മോശം കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അതുപോലെ ഒരു ട്വിസ്റ്റ് പറയട്ടെ, നായകൻ വില്ലനായാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. പക്ഷേ വില്ലൻ ഒരു മനസ്സിനൊരു മാറ്റമൊക്കെ വരുത്തി പതുക്കെ നായക സ്ഥാനത്തേക്ക് വരുന്നു, നായകന് തുല്യമായി നിൽക്കുന്നു കാണുമ്പോൾ നിങ്ങൾക്കെന്താ അത്രയും നേരം ഉണ്ടായിരുന്ന വില്ലനോടുള്ള ദേഷ്യം മാറി മാറി ഒരു സ്നേഹം ഉണ്ടാകാൻ തുടങ്ങും അല്ലേ? അതാണ് നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ മനസ്സ് കൂടുതലും നല്ലതിനെയാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ നമ്മളുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവയൊക്കെ നമ്മുടെ മനസ്സിനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ആ മനസ്സിൽ മോശമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോഴാണ് ഈ നെഗറ്റീവ് വരുന്നത്. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, ഓരോരുത്തരെ കൊല്ലുന്നു അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുന്നു, മോശമാണ്, ഒരുപാട് കാര്യങ്ങൾ ഈ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അവരപ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കണം, അവരുടെ മാനസികാവസ്ഥ വേറെ എന്തോ ആണ്. നിമിഷം അവർക്ക് തോന്നുന്ന മനസ്സിൻ്റെ അവസ്ഥയാണ് അവരെ കൊണ്ടൊരു ചെയ്യിപ്പിക്കുന്നത് അല്ലേ? അപ്പം അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം കൂടി ഉള്ളിലേക്ക് കയറി നിന്നിട്ടാണ് അവർ വേറെ രീതിയിലേക്ക് പോകുന്നത്. അപ്പം നമ്മളെന്താണ്, ഇപ്പം കാശുള്ള ആളുകൾ, പണമുള്ള ആളുകൾ ജീവിക്കുന്ന രീതിയിൽ ജീവിക്കണമെന്നൊരു സാധാരണ മനുഷ്യൻ ചിന്തിച്ചാൽ അവർക്ക് ആ പണം ഉണ്ടാക്കാനുള്ള മാർഗം ചിലപ്പോൾ നേരായ മാർഗത്തിലൂടെ അവർക്ക് പറ്റുകയില്ല. അതിന് ഒരുപാട് കടമ്പകളുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും വളഞ്ഞ വഴിയിലൂടെ എങ്ങനെ പണം സമ്പാദിക്കാം എന്ന് ചിന്തിക്കും. അപ്പോഴെന്ത് ചെയ്യും? അവരുടെ ചിന്തകൾ മാറും, പ്രവർത്തികൾ മാറും, തെറ്റായ കാര്യങ്ങളിലേക്ക് മനസ്സ് അവരെ കൊണ്ട് എത്തിക്കും. കാരണം മനസ്സിന് കൊടുക്കുന്ന ചിന്തകൾ മൊത്തം എനിക്ക് എങ്ങനെയും പണം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അത് എനിക്ക് നേരായ മാർഗത്തിലൂടെ എന്ന് ചിന്തിക്കത്തില്ല, എനിക്ക് പണം ഉണ്ടാക്കണം. അപ്പം മനസ്സിങ്ങനെ ആലോചിച്ച് കൂട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് കുറേ കാശുണ്ടാക്കണം, അവന് കഷ്ടപ്പെടാൻ വയ്യ, ചലഞ്ചുകൾ സ്വീകരിക്കാൻ താല്പര്യമില്ല. അപ്പം പിന്നെ പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള മാർഗം എന്താണെന്ന് ആലോചിച്ച് കണ്ടുപിടിക്കും. അത് മനസ്സിന് വിട്ടേക്കാണ്. നിങ്ങളിരുന്ന് ആലോചിക്കും, മനസ്സും ആലോചിച്ച് നിങ്ങൾക്ക് അതിനൊരു കൺക്ലൂഷനിലെത്തും. ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കാം. അപ്പോൾ മനസ്സ് പറയും, നിങ്ങൾ ചെയ്യും. നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾക്കറിയാത്ത തെറ്റാണെന്നറിയാം, പക്ഷേ നിങ്ങൾ ചെയ്തു പോകും, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോകും. അതാണ് നമ്മളുടെ ചിന്തയിലുണ്ടാകുന്ന കാര്യം. എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ വരുന്നത്? മറ്റൊരാളുടെ ജീവിതവുമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ കമ്പയർ ചെയ്യാം. പക്ഷേ ആ സമയത്ത് നമ്മളുടെ ജീവിതത്തെ, ഞാനൊരു സാധാരണ മനുഷ്യൻ, ഇങ്ങനെയൊക്കെ ചെയ്താൽ പതുക്കെ ഉയർച്ചയിലേക്ക് എത്താം എന്ന് ചിന്തിച്ചു തുടങ്ങും. ഘട്ടം ഘട്ടമായി നിങ്ങൾ ആ പണക്കാരനൊപ്പം എത്തും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിനൊപ്പം എത്തിച്ചേരും. ഉറപ്പാണ്, തീർച്ചയാണ്. കാരണം നിങ്ങളുടെ മനസ്സതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യും. മറ്റാരുടെയും സപ്പോർട്ടല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ സപ്പോർട്ടാണ് നിങ്ങളെ കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത്. ഉറപ്പാണ്. നിങ്ങൾ അങ്ങനെ നോക്കുമെന്ന്